ഇത്തവണ ഈസ്റ്ററിന് നല്ല അപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ ചോറ്, ഗീ റൈസ്, ചപ്പാത്തി, പൊറോട്ട ഇതെല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പി നമുക്ക് നോക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തൊന്ന് കൊണ്ടുവരാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മസാലയൊക്കെ ബീഫിലൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 15 മിനിറ്റിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ഒരു 80% വേകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. മുഴുവനായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലി മുഴുവനായിട്ട്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/2 കപ്പ് ചുവന്നുള്ളി രണ്ടാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ചുവന്നുള്ളിയൊക്കെ ഒന്ന് വാടി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒപ്പം തന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങളുടെ ഓരോരുത്തരെയും ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ട് കുരുമുളകിൻ്റെയും അതുപോലെ പച്ചമുളക്, മുളക് പൊടി ഇതിൻ്റെയൊക്കെ അളവിൽ വ്യത്യാസം വരുത്താട്ടോ. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലുള്ള വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയോട് കൂടി ചേർത്തിട്ട് വേണം ബീഫ് മുഴുവനായിട്ട് നമുക്കിനി വേവിച്ചെടുക്കാനായിട്ട്. അത് കാരണം ഞാൻ ആദ്യമേ പറഞ്ഞത് 80% മാത്രമേ വേവിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വരട്ടിയെടുക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഈ ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ബീഫൊക്കെ നന്നായിട്ട് വെന്ത് സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്ര ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെയോ അല്ലെങ്കിൽ അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, റൊട്ടി, ഗീ റൈസ് ഇതെല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഇതുവരെ ബീഫ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.